ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനി അമേരിക്കയിൽ. വൈറ്റ് ഹൌസിൽ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതിനുശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. പ്രധാനമന്ത്രിയുടെ കൂടെ ദേശീയ സുരക്ഷാ സംഘവുമുണ്ട്. ഗസ വിഷയവും ചർച്ചയാകും. ഖത്തറിന് പിന്തുണയറിയിച്ച നിരവധി ലോകരാഷ്ട്ര നേതാക്കൾ ദോഹയിലെത്തി. ഇസ്രായേൽ ഉപസ്ഥാനപതിയെ വിളിച്ചുവരുത്തി UAE പ്രതിഷേധമറിയിച്ചു. ദുബൈയിൽ നിന്ന് MC നാസർ, ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് എന്നിവർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസറിലേക്കാണ് ആദ്യം. നാസർ, ഇപ്പോൾ മാർക്കോ റൂബിയോയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഖത്തർ പ്രധാനമന്ത്രി എപ്പോഴാണ് അമേരിക്കയിൽ എത്തിയത്? ഇനിയിപ്പോൾ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപുമായി സംസാരിക്കുമെന്ന് കരുതാമോ? അമൃത, വളരെ തിരക്കിട്ട കൂടിയാലോചനകളും ചർച്ചകളുമാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് കേന്ദ്രമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് വൈകിട്ടോടുകൂടി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഖത്തർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ കടന്നു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖത്തറിന് നേരെ നടന്ന, ഖത്തറിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഇസ്രായേലിന്റെ ആക്രമണവും അതിൽ അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്ന വളരെ നിസ്സംഗമായിട്ടുള്ളൊരു നിലപാടും, ഇതിലുള്ള കടുത്ത പ്രതിഷേധം ഒരു ഖത്തർ തങ്ങളുടെ സൗഹൃദ രാജ്യം എന്ന നിലയ്ക്ക് അമേരിക്കയെ നേരിട്ട് തന്നെ അറിയിക്കുന്നു എന്നതാണ് ഈ സന്ദർശനത്തിന്റെയും കൂടിക്കാഴ്ചയുടെയും പ്രാധാന്യം. അതോടൊപ്പം തന്നെ അമേരിക്ക ഉറപ്പ് നൽകിയിരുന്ന സുരക്ഷാ ഉടമ്പടികൾ ഇവിടെ നഗ്നമായി തന്നെ ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യവും അതിലുള്ള തങ്ങളുടെ ഉത്കണ്ഠയും ആശങ്കയും ഖത്തർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അമേരിക്കൻ നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനി അത്തരമൊരു നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഈ സുരക്ഷാ നടപടികൾ സംബന്ധിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്ത് ഉറപ്പായിരിക്കും ഖത്തർ ആവശ്യപ്പെടുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ടതാണ്. ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പോലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചർച്ചകൾ വളരെ ഗൗരവപൂർണമായി തന്നെയാണ് ഖത്തർ അവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാവി ഈ ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഈ സുരക്ഷാ ഉടമ്പടി സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ അമേരിക്ക നൽകണമെന്ന ഒരു നിർബന്ധം കൂടി ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടന്നു വരുന്നുണ്ട്. പ്രധാനമായിട്ടും അമേരിക്കയുടെ പോലും സൈനിക താവളമുള്ള ഒരു സ്ഥലത്ത് പോലും ഈ അർത്ഥത്തിൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റം വരുമ്പോൾ അതൊരു സ്റ്റേറ്റ് ഭീകരത മാത്രമാണ്. ആ ഭീകരതയെ എന്തുകൊണ്ട് അമേരിക്ക ശക്തമായിട്ട് എതിർക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും വളരെ ശക്തമായി തന്നെ ഖത്തർ ഉന്നയിക്കുന്നുണ്ട്. കാരണം നേരത്തെ പോലും അമേരിക്കയെ നടത്തിയിരിക്കുന്ന ആ വിശദീകരണം പോലും ശരിയല്ല. കാരണം കൃത്യമായിട്ട് തങ്ങളെ വിവരം അറിയിക്കാൻ പോലും അമേരിക്ക മടിച്ചു. ഇതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അത്രയും വലിയൊരു പാതകമാണ് ഒരു ഖത്തർ എന്ന രാജ്യത്തിന് നേരെ സംഭവിച്ചതെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ആ പരാതി തന്നെ ഖത്തർ ബോധിപ്പിക്കുന്നുണ്ട്. മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മധ്യസ്ഥ ചർച്ചകൾ ഇനി ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് അമേരിക്കയിൽ നിന്ന് ലഭ്യമാകുന്നില്ല എങ്കിൽ അത്തരം മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് ഒരുപക്ഷെ ഖത്തർ പിന്തിരിഞ്ഞേക്കാം. പക്ഷേ ഔദ്യോഗികമായിട്ട് ഖത്തർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഈ സമാധാന നീക്കങ്ങളിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കുക ഇല്ല എന്നതാണ്. പക്ഷേ ഖത്തറിന് കൃത്യമായിട്ടുള്ള ചില ഉറപ്പുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കാരണം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ആ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം നടന്നത്. ഇതിൽ അമേരിക്ക കൃത്യമായി തന്നെ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത്തരം ചർച്ചകളോടുള്ള ഒരു സമീപനം എന്ത് എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഖത്തർ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അതിലുള്ള അമേരിക്കയുടെ പ്രതികരണവും അതിനെക്കൂടി ആശ്രയിച്ചായിരിക്കും തുടർ നീക്കങ്ങൾ. കാരണം ഹമാസിന്റെ കേന്ദ്രം അവിടെ, ഓഫീസ് അവിടെ ഉണ്ട് എന്നതും ഹമാസിന്റെ നേതാക്കളുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതും അമേരിക്ക അംഗീകരിച്ച കാര്യമാണ്. അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള അറിവോടുകൂടിയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ താലിബാന്റെ ഓഫീസ് തുറക്കുന്നത് മുതൽ ആ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും അമേരിക്ക നിർദ്ദേശിച്ച പ്രകാരമാണ് തങ്ങൾ ഒരു സമാധാന ദൗത്യം ഏറ്റെടുത്തത്. ആ ദൗത്യത്തോടുള്ള വളരെ നിന്ദാപരമായിട്ടുള്ള, വളരെ മാന്യതയ്ക്ക് തിരക്കാത്ത ഒരു സമീപനമാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഖത്തർ തേടുന്നത്. അതിനോടുള്ള അമേരിക്കയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ശേഷം ഖത്തർ പ്രധാനമന്ത്രി നടത്തുന്ന പ്രതികരണത്തിലൂടെയായിരിക്കും അക്കാര്യം വ്യക്തമാവുക. അമൃത. ശരി നാസർ, തുടരൂ. അബ്ബാസ് മുഹമ്മദ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അബ്ബാസ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ
ദോഹയിലെ ഇസ്രായേലിന്റെ ആക്രമണം അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഖത്തറിന് പിന്തുണയറിയിച്ച് നിരവധി ലോകരാഷ്ട്ര നേതാക്കൾ ദോഹയിൽ എത്തിയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാമെന്നുള്ളൊരു നിലപാടിലാണോ ഉള്ളത്? ഖത്തറിന് സംഭവിച്ചത് അവരുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് വിശ്വസിക്കുക തന്നെയാണല്ലേ? ഇവിടെ ഇന്ന് ഒരുപാട് രാഷ്ട്ര നേതാക്കൾ, നമുക്കറിയാം ഈ ആക്രമണം നടന്നതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് വന്നിരുന്നു. അതുപോലെ കുവൈത്തിലെയും ജോർദാനിലെയും കിരീടാവകാശികൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ വന്നിരുന്നു. ഇന്ന് കൂടുതൽ നേതാക്കൾ കൂടി ദോഹയിലെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. റുവാണ്ടയിൽ നിന്ന്, അതുപോലെ ഹംഗറിയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ തലവന്മാർ ഇവിടെ വരികയും ഈ രാഷ്ട്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി ആഗോളതലത്തിൽ ഖത്തർ നയതന്ത്രജ്ഞതയിലൂടെ നേടിയെടുത്ത ആ മികവ്, അതിൻ്റെ പ്രതിഫലനം എന്നോണമാണ് ആഗോള രാഷ്ട്ര നേതാക്കൾ ഖത്തറിലെത്തുകയും ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ ഒരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല, അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നത് എന്നാണ് ഇവരുടെ സന്ദർശനത്തിൽ മനസ്സിലാകുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ചൂട് എന്ന് പറയുന്നത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ദോഹ വേദിയാകുന്ന അറബ് ഇസ്ലാമിക ഉച്ചകോടിക്കാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി ഖത്തർ പ്രധാനമന്ത്രി, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഖത്തർ പ്രധാനമന്ത്രി US ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ റൂബിയോയുമായും പ്രസിഡന്റുമായും അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫുമായൊക്കെ അദ്ദേഹം ചർച്ച നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് വിദേശകാര്യമന്ത്രിമാർ അറബ് GCC രാഷ്ട്രങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇവിടെ സമ്മേളിക്കുന്നതും തൊട്ടു പിന്നാലെ ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ജോയിന്റ് ഡിക്ലറേഷൻ, ഒരു സംയുക്ത പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തന്നെ ഈ ഒരു അറബ് ഉച്ചകോടി, അടിയന്തര അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് തരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങൾ വന്നിട്ടില്ല. ഇവിടെയുള്ള നേതൃത്വം തീർച്ചയായിട്ടും മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളുമായി, മറ്റ് അയൽ രാഷ്ട്രങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. അമൃത. ശരി, MC നാസർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഖത്തർ പ്രധാനമന്ത്രിയുടെ ഈ അമേരിക്കൻ സന്ദർശനം, ഈ യാത്ര, ഇന്നത്തെ ഈ യാത്ര, അതുപോലെ തന്നെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചകൾ, ഇനിയിപ്പോൾ ട്രംപുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഗസ വിഷയത്തിൽ എത്രത്തോളം നിർണായകമാകും? അവിടുത്തെ അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഖത്തറാണ് ഈ പിന്നിട്ട 23 മാസങ്ങളിൽ ഈ കൊടും ക്രൂരതയുടെ പശ്ചാത്തലത്തിൽ പോലും ഒരു നിലക്കും പുറകോട്ട് പോകാതെ ഒരു കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും മധ്യസ്ഥ നീക്കങ്ങൾക്കും ഒക്കെ മേൽനോട്ടം വഹിച്ചത് ദോഹ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇത് അമേരിക്കയുടെ പൂർണ്ണ അറിവോടും പിന്നെ പിന്തുണയോടും കൂടിയാണ് ഈ ചർച്ചകളൊക്കെയും ഇതുവരെ നടന്നത്. ഒടുവിൽ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം ചർച്ച ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയ ഹമാസ് പ്രതിനിധി സംഘം, അവർക്ക് നേരെ നടന്ന ഈ ആക്രമണം അത് കേവലമായിട്ടുള്ള ഒരു രാജ്യത്തിനെതിരായ ഒരു കടന്നുകയറ്റം മാത്രമല്ല, ഒരു മധ്യസ്ഥ രാജ്യം സ്വീകരിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിലപാടിനോടുള്ള വളരെ നിന്ദാപരമായിട്ടുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് ഖത്തർ അതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കടുത്ത രീതിയിൽ ഖത്തർ ഒരു പ്രതികരണം അമേരിക്കക്കെതിരെ പോലും പിന്നെ പരോക്ഷമായിട്ടാണെങ്കിലും നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതേസമയം ഒരു സ്ട്രാറ്റജിക്കലായിട്ട് ഇപ്പം സെക്യൂരിറ്റിയുടെ മേഖലയിലൊന്നും ഒരു പുനരാലോചന നടത്താനൊന്നും ഈ ഘട്ടത്തിൽ ഖത്തറോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളോ തയ്യാറാകാനുള്ള സാധ്യതയില്ല. കാരണം അതത്ര പ്രായോഗികവുമല്ല. അതേസമയം അമേരിക്ക നൽകേണ്ട ചില ഉറപ്പുകൾ, അമേരിക്ക നൽകുമെന്ന് കരുതിയ സുരക്ഷാ മുൻകരുതൽ, സുരക്ഷാ സംവിധാനങ്ങൾ ഇത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ പോർവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് മണിക്കൂറുകൾ എടുത്ത് ഖത്തറിൻ്റെ തലസ്ഥാനത്തെത്തുകയും അവിടെ കൃത്യമായിട്ട് ഈ ആക്രമണം നടത്തി തിരിച്ചു പോകുന്നത് വരെ അമേരിക്ക ഈ വിവരം മൂടിവെച്ചതാണ് ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഒരു നീക്കമായിട്ട് ഇപ്പോൾ ഖത്തർ വിലയിരുത്തുന്നത്. എന്തായാലും ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചയിൽ ഇക്കാര്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ അമൃത സൂചിപ്പിച്ചതുപോലെ ഇനി തുടർ ചർച്ചകൾ എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അത്തരം ചർച്ചകൾ തങ്ങൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഖത്തർ നിർബന്ധിതമാകും, തയ്യാറാകും. അതെല്ലാം അമേരിക്ക ഈ നിലപാട് തന്നെയാണ് തുടരുന്നതെങ്കിൽ പിന്നെ അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഖത്തർ എത്തിച്ചേരേണ്ടി വരും. പക്ഷേ ഇത് ഫലത്തിൽ പിന്നെ ഈ മേഖലയുടെ സമാധാനത്തിന് അമേരിക്കയുടെ താല്പര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം
രൂപപ്പെടുത്തുക. അതുകൊണ്ട് അമേരിക്കൻ നേതൃത്വം ഏതർത്ഥത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും ഖത്തറിനെ അറിയിക്കുന്നു എന്നത് തന്നെയായിരിക്കും ഇതിൽ പ്രധാനം. അതോടൊപ്പം തന്നെ ഇപ്പം രണ്ട് പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടായത്. ഒന്ന്, ഹമാസിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഈ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹ സംസ്കരണ വേളയിൽ ഖലീൽ അൽ ഹയ്യ എന്ന ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഗസയിലെ നേതാവും അതിൽ പങ്കെടുത്തിരുന്നു എന്ന്. കാരണം ഇന്നലെയുമൊക്കെ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആക്രമണത്തിൽ ഖലീൽ ഹയ്യ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മൃതദേഹ സംസ്കരണ വേളയിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. ഇതിനുള്ള ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് ഹമാസിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഖലീൽ അൽ ഹയ്യ തന്റെ മകന്റെ ഈ സംസ്കാര വേളയിൽ ആ ചടങ്ങുകളിൽ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു എന്ന വിശദീകരണമാണ് അല്പം മുമ്പ് ഹമാസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ ഈ 3 രാജ്യങ്ങളുടെ വളരെ കടുത്ത ഒരു പ്രതികരണം വന്നിരിക്കുന്നു. ഖത്തറിന് നേരെ നടന്ന ഈ ആക്രമണം എന്നത് ഈ ഫലസ്തീൻ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങളെ അട്ടിമറിച്ചതാണ്. ഒരു നിലക്കും അതിനോട് യോജിക്കാനാവില്ല. അത് ശക്തമായിട്ട് തന്നെ തങ്ങൾ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് ഈ 3 രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയതും ഖത്തറിന് കൂടുതൽ കരുത്ത് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ, അമേരിക്കയുടെ ഒറ്റപ്പെടൽ കുറെ കൂടി അതിന് വ്യാപ്തി വർദ്ധിപ്പിക്കുകയുമാണ്. വളരെ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത്. ഖത്തർ പ്രധാനമന്ത്രി അവിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. വിവരങ്ങളാണ് ദുബൈയിൽ നിന്ന് MC നാസറും ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദും പങ്കുവച്ചത്. ഖത്തറിനെതിരായ ആക്രമണം എല്ലാ GCC രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമാണെന്ന് കുവൈത്ത്. ഖത്തറിന് GCCയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹ്യ വ്യക്തമാക്കി. റഷ്യയിലെ സോച്ചിയിൽ നടന്ന GCC റഷ്യ മന്ത്രിതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സംരക്ഷണത്തിനായി ഖത്തർ സ്വീകരിക്കുന്ന നടപടികൾക്ക് GCC പൂർണ്ണ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ചു. ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിന് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു. സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ മേഖലയിൽ സമാധാനമുണ്ടാകില്ല എന്നും മന്ത്രി പറഞ്ഞു. ഖത്തറിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ UAE ഭരണാധികാരികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ബഹ്റൈൻ രാജാവും UAE പ്രസിഡന്റും ഖത്തറിനുള്ള പൂർണ്ണ പിന്തുണ ആവർത്തിച്ച് വ്യക്തമാക്കി. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസാ അൽ ഖലീഫയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ ബഹ്റൈനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേൽ ഖത്തറിനെതിരെ നടത്തിയ ആക്രമണവും മേഖലയിലെ സ്ഥിതിഗതികളും ചർച്ചയായത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ ഇരു നേതാക്കളും ശക്തമായി അപലപിച്ചു. ഖത്തറിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമുള്ള എല്ലാ തുടർ നടപടികൾക്കും ഇരു രാജ്യങ്ങളും പൂർണ്ണ പിന്തുണ അറിയിച്ചു. മേഖലയിലെ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് സംഘർഷങ്ങൾ ലഘൂകരിക്കാനും ഭരണാധികാരികൾ ആഹ്വാനം ചെയ്തു. ഫലസ്തീൻ വിഷയവും കൂടിക്കാഴ്ചയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ഇസ്രായേലിന്റെ അതിക്രമം നേരിടുന്ന ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കായുള്ള തങ്ങളുടെ ഉറച്ച പിന്തുണ ഇരു നേതാക്കളും ആവർത്തിച്ചു. ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് പ്രശ്നം പരിഹരിക്കാനുള്ള ഏകമാർഗമെന്നും ഇരു ഭരണാധികാരികളും വ്യക്തമാക്കി. UAE പ്രസിഡന്റിന്റെ ബഹ്റൈൻ ഔദ്യോഗിക സന്ദർശനത്തിനോടനുബന്ധിച്ച് സക്കീർ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദം മറികടന്ന് ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ച് കൂടുതൽ രാജ്യങ്ങൾ. UN പൊതുസഭയിൽ 142 രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്ന പ്രമേയത്തെ അനുകൂലിച്ചു. ഗസയിൽ അതേസമയം 59 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ ഗസയിലെ മരണസംഖ്യ 64,756 ഈ ആഴ്ചയിൽ മാത്രം 500-ലേറെ ആക്രമണങ്ങളാണ് ഗസയിൽ നടന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗസയിൽ ഭീഷണിക്കിടയിലും ഗസയിൽ തങ്ങുന്ന ലക്ഷക്കണക്കിന് ഫലസ്തീനികളുടെ ജീവിതം അപകടത്തിലെന്ന് UN ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ സൂചിപ്പിച്ചതുപോലെ മരണസംഖ്യ ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച മാത്രം 500 പേർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അതിനിടയിലും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി പിന്തുണച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരികയാണല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകളിലൂടെ തന്നെയാണ് ഇപ്പോൾ ഗസ സിറ്റി മുന്നോട്ട് പോകുന്നത്. കാരണം 10 ലക്ഷത്തിലധികം മനുഷ്യർ ഗസ സിറ്റിയിലുണ്ട്. അവിടേക്കാണ് ഇപ്പോൾ ആക്രമണം ഏറ്റവും ശക്തമായി തുടരുന്നത്. കാരണം പിന്നിട്ട ആഴ്ചകളിലൊക്കെ ഏറ്റവും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ പല തലങ്ങളിലായി തുടരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൻകിട കെട്ടിടങ്ങൾ, അതോടൊപ്പം തന്നെ താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ, ഇതൊക്കെയും ഇടിച്ച് നിരപ്പാക്കുന്നതിൻ്റെ അർത്ഥം എന്നത് ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും ഈ ഫലസ്തീൻ ജനതയെ പുറന്തള്ളണം എന്ന
കൃത്യമായിട്ടുള്ള വംശഹത്യ പദ്ധതി പ്രയോഗവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തെക്കൻ ഗസയിലെ മവാസി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് ആളുകളെ പൂർണ്ണമായിട്ട് ആട്ടിത്തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും ഒക്കെ നിഷേധിക്കുകയും ആക്രമണം കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് ഒരു കരയുദ്ധത്തിനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുത്താനാണ് ഇസ്രായേൽ നേതൃത്വം തുനിയുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ഗസ സിറ്റി തങ്ങൾ വിട്ടുപോവുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മരണത്തെ വരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലും ഗസ സിറ്റിയിൽ തങ്ങുന്നത്. ഇതാണ് ഇസ്രായേലിനെ വലിയ തോതിൽ ഇപ്പോൾ ഒരു വിഭ്രാന്തിയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം വളരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പും അവിടെ നിന്ന് സംഭവിക്കുന്നുണ്ട്. നിരവധി സൈനികർക്ക് ഇന്നും ഇന്നലെയുമായി നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ തങ്ങൾ ശക്തമായിട്ടുള്ള ആക്രമണത്തിലൂടെ വൈകാതെ തന്നെ ഗസ പിടിച്ചെടുക്കും എന്ന ആ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്നും സൈനിക നേതൃത്വവും മറ്റും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ വലിയ തോതിൽ തന്നെ ആപൽക്കരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്രയും വരുന്ന ജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ ഭക്ഷണമോ വെള്ളമോ നൽകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യവും ഇപ്പോൾ ഇസ്രായേൽ തയ്യാറാകുന്നില്ല. അത് കൂടുതൽ മരണത്തിലേക്ക് നീക്കുമെന്ന അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം രൂപപ്പെടുമെന്നാണ് UN ഏജൻസികളും അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളുമൊക്കെ ഏറ്റവും അവസാനവും മുന്നറിയിപ്പ് നൽകുന്നത്. അമൃത. ശരി ദാസൻ. കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ സ്ഥാനത്തേക്ക് ആദ്യമായി വനിത എത്തുന്നു. 2001 ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറായ പരമിത ത്രിപാഠിയാണ് പുതിയ അംബാസഡർ. നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയാണ്. മുൻപ് ബെർലിനിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനായും ന്യൂയോർക്കിൽ ഡെപ്യൂട്ടി കോൺസൽ ജനറലായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വദേശികൾക്ക് ഭൂമി വാങ്ങാൻ പുതിയ പ്ലാറ്റ്ഫോം ഒരുക്കി സൗദി അറേബ്യ. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി പദ്ധതിയിലൂടെയാണ് അവസരം. സാധാരണ പൗരന്മാർക്ക് കുറഞ്ഞ നിരക്കിൽ ഭൂമി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. മുഴുവൻ സാധാരണ പൗരന്മാർക്കും കുറഞ്ഞ നിരക്കിൽ ഭൂമി ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയുടേതാണ് പദ്ധതി. റിയൽ എസ്റ്റേറ്റ് ബാലൻസ് പ്ലാറ്റ്ഫോം എന്ന പേരിലാണ് സംവിധാനം. പദ്ധതിയുടെ ഭാഗമായി 10,000 മുതൽ 40,000 വരെ പ്ലോട്ടുകൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ നൽകും. ചതുരശ്ര മീറ്ററിന് പരമാവധി 1,500 റിയാലായിരിക്കും ഈടാക്കുക. പദ്ധതിക്കായി അപേക്ഷിക്കാൻ മാനദണ്ഡങ്ങളുണ്ട്. അവ ഇപ്രകാരമാണ്: സൗദി പൗരൻ ആയിരിക്കണം, 25 വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ വിവാഹിതർക്കോ മാത്രമായിരിക്കും അവസരം. കുറഞ്ഞത് 3 വർഷം റിയാദിൽ താമസിച്ചിരിക്കണം. സ്വന്തം പേരിൽ മറ്റേതെങ്കിലും ഭൂമിയോ വീടോ ഉണ്ടാകരുത്. ഭൂമി ലഭിക്കുന്നവർ 10 വർഷത്തിനുള്ളിൽ വീട് നിർമ്മിക്കണം. 10 വർഷം കഴിയുന്നതുവരെ വിൽക്കാനോ കൈമാറാനോ പാടില്ല തുടങ്ങിയവയാണ് നിബന്ധനകൾ. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 23 വരെയായിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. UAEയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഴികാട്ടിയ വ്യവസായി ഹുസൈൻ അബ്ദുറഹ്മാൻ ഖാൻ സാഹിബ് അന്തരിച്ചു. UAEയിലെ ആദ്യ റോഡ് നിർമ്മിച്ച പ്രശസ്തമായ ഖാൻ സാഹിബ് കമ്പനിയുടെ മുൻ ചെയർമാനാണ്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. UAEയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിയാണ് ഹുസൈൻ അബ്ദുറഹ്മാൻ ഖാൻ സാഹിബും അദ്ദേഹം ചെയർമാനായിരുന്ന ഖാൻ സാഹിബ് എന്ന സ്ഥാപനവും. 1935 ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഖാൻ സാഹിബ് ഹുസൈനാണ് ബ്രിട്ടീഷ് സർക്കാരുമായി ചേർന്ന് ഖാൻ സാഹിബ് എന്ന കോൺട്രാക്ടിംഗ് കമ്പനിക്ക് തുടക്കമിട്ടത്. ഷാർജയിൽ നിന്ന് റാസൽഹൈമയിലേക്കുള്ള UAEയിലെ ആദ്യ റോഡ് നിർമ്മിക്കുന്നത് ഇവരുടെ സ്ഥാപനമാണ്. പിന്നീട് ദുബായ് ക്ലോക്ക് ടവർ റൗണ്ട് അബൌട്ട്, ഷാർജ സെൻറ് മേരീസ് ചർച്ച്, ഷാർജ വിമാനത്താവളം, ദുബൈയിലെ മക്തും ഹോസ്പിറ്റൽ, മോൾ ഓഫ് എമിറേറ്റ്സ് വരെ നീളുന്ന UAEയുടെ ലാൻഡ്മാർക്കായ നിരവധി കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ ഇദ്ദേഹം പങ്കുവഹിച്ചു. 1954 മുതൽ 2016 വരെ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്നു. UAEയുടെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വഴികാട്ടി എന്നാണ് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അനുശോചന സന്ദേശത്തിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. മീഡിയ 1, ദുബായ്. ഫോർത്ത് റിംഗ് റോഡിലേക്കുള്ള ഡമാസ്കസ് സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചിടുന്നതായി കുവൈറ്റ് ജനറൽ അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ലാൻഡ് ട്രാൻസ്പോർട്ട് അറിയിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കുമായി സഹകരിച്ചാണ് അടച്ചിടൽ. ഞായറാഴ്ച പുലർച്ചെ വരെ ഗതാഗതം നിർത്തിവെക്കും. വാഹനയാത്രക്കാർ സഹകരിക്കണമെന്നും മറ്റ് വഴികൾ ഉപയോഗിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള എണ്ണ വില കുറച്ച് സൗദി അറേബ്യ. റഷ്യയുമായുള്ള മത്സരം ശക്തമാകുന്നതിനിടെയാണ് നീക്കം. വില കുറച്ചതോടെ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാനും ഏഷ്യൻ രാജ്യങ്ങളോട് സൗദി ആവശ്യപ്പെട്ടു. ഇന്ത്യയിലേക്ക് 6.25 ലക്ഷം ബാരലാണ് സൗദിയുടെ കയറ്റുമതി. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ റഷ്യയുമായി മത്സരത്തിലാണ്. നിലവിൽ റഷ്യയാണ് കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ നൽകുന്നത്. ഇന്ത്യയടക്കം പ്രധാനമായും ആശ്രയിക്കുന്നതും റഷ്യയെയാണ്. ഇതിന് പിന്നാലെയാണ് സൗദിയുടെ നീക്കം.
അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. സെപ്റ്റംബറിലെ വിലയേക്കാൾ $1 കുറച്ചാകും സൗദിയുടെ ക്രൂഡ് ഓയിൽ വിതരണം. വില കുറയുന്നത് സൗദി ഉൾപ്പെടെ ഉൽപാദക രാഷ്ട്രങ്ങൾക്ക് തിരിച്ചടിയാണ്. എങ്കിലും വിതരണം വേണ്ട വിധത്തിലായില്ലെങ്കിൽ അതും തിരിച്ചടിയാകും. സൗദിക്ക് ബജറ്റ് പ്രകാരം കുറഞ്ഞത് $75 ബാരലിന് ലഭിക്കണം. എങ്കിൽ മാത്രമേ നേട്ടമുണ്ടാക്കാനാകൂ. എന്നാൽ നിലവിലെ സാഹചര്യം നേരിടാൻ മറ്റു വഴികളില്ലെന്നും നിരീക്ഷകർ കരുതുന്നു. സൗദി എണ്ണയുടെ 70% ഏഷ്യയിലേക്കാണ് പോകുന്നത്. ചൈനയാണ് സൗദിയുടെ പ്രധാന മാർക്കറ്റ്. ഇവിടേക്ക് ഓഗസ്റ്റിൽ 51 മില്യൺ ബാരലായിരുന്നു കയറ്റുമതി. ഇത് സെപ്റ്റംബറിൽ 43 മില്യണായി കുറയുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വില കുറക്കാനുള്ള നീക്കം. ഈ മത്സരം ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേട്ടമാകും. ഒപ്പം സൗദിക്ക് വരുമാനക്കുറവ് പരിഹരിക്കാനും ഒരു പരിധിവരെ സഹായകരമാകും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. സൗദി അറേബ്യ സിറിയയ്ക്ക് 16.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സഹായമായി നൽകും. വൈദ്യുതി മുടക്കം ഉൾപ്പെടെ നേരിടുന്ന സിറിയയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് സഹായം. നീക്കം സിറിയയുടെ റിഫൈനറികൾ സജീവമാക്കാനും സഹായിക്കും. 14 വർഷം നീണ്ട ആഭ്യന്തര സംഘർഷത്തിന് ശേഷം സിറിയൻ പ്രസിഡന്റ് ബഷാറുൽ അസദിനെ പുറത്താക്കിയിരുന്നു. ശേഷം വന്ന അഹമ്മദ് അൽ ഷറ ഭരണകൂടത്തിന് വേണ്ട സഹായങ്ങൾ ഒരുക്കുകയാണ് സൗദി അറേബ്യ. നേരത്തെ നൽകിയ സഹായത്തിന് പിറകെ 16.5 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സൗദി സിറിയക്ക് ഗ്രാന്റായി അനുവദിച്ചു. സൗദി ഫണ്ട് ഫോർ ഡെവലപ്മെന്റ് ആണ് സഹായം നൽകുന്നത്. ഈ ഗ്രാന്റ് സിറിയൻ റിഫൈനറികളുടെ പ്രവർത്തനത്തിനായി ഉപയോഗപ്പെടുത്തും. സിറിയയുടെ പല ഭാഗത്തും നിലവിൽ വൈദ്യുതി മുടക്കം പതിവാണ്. ഇത് പരിഹരിക്കാനും ഇതുവഴിയാകും. ഔദ്യോഗിക കണക്ക് പ്രകാരം 5 ലക്ഷത്തിലേറെ പേരാണ് 14 വർഷം നീണ്ട സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. US, ഇസ്രായേൽ ഉൾപ്പെടെ വിദേശ കക്ഷികളും നേരിട്ടും അല്ലാതെയും ഇവിടെ ഇടപെട്ടു. അസദ് ഭരണത്തിന് മുൻപ് എണ്ണ കയറ്റുമതിക്കാരായിരുന്ന സിറിയ ഇപ്പോൾ ഊർജ്ജ പ്രതിസന്ധിയിലാണ്. സൗദിയുടെ പുതിയ സഹായം സിറിയയെ സാമ്പത്തിക അസ്ഥിരതയിൽ നിന്നും കരകയറ്റിയേക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. UAEയിൽ ചൂട് വഴിമാറുന്നു. വരും ദിവസങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ താഴാനും ചൂടിന് കാര്യമായ കുറവുണ്ടാകാനും സാധ്യത. ഞായറാഴ്ച വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വാരാന്ത്യത്തിൽ പർവ്വത പ്രദേശങ്ങളിൽ താപനിലയിൽ കാര്യമായ കുറവുണ്ടാകും. ആർദ്രതയും കോടയും വർദ്ധിക്കും. അതിനാൽ വാഹനയാത്രികരുൾപ്പെടെ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. വേനലവധിയിൽ സൗദിയിലെത്തിയ സന്ദർശകരുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 26% കൂടിയത്. ടൂറിസ്റ്റുകൾ രാജ്യത്ത് ചെലവിടുന്ന പണത്തിലും വർധനയുണ്ടായി. സൗദി ടൂറിസം മന്ത്രാലയത്തിന്റേതാണ് കണക്ക്. 3.2 കോടി ടൂറിസ്റ്റുകളാണ് ഇത്തവണത്തെ വേനലവധിയിൽ സൗദിയിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 26% വർധന. ആഭ്യന്തര അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളെ ഉൾപ്പെടുത്തിയുള്ളതാണ് കണക്ക്. ടൂറിസ്റ്റുകൾ ഈ കാലയളവിൽ രാജ്യത്ത് ചെലവിട്ടത് 5320 കോടി റിയാലാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 15% വർധന. സൗദി ടൂറിസം മന്ത്രാലയത്തിന്റേതാണ് കണക്കുകൾ. ജിദ്ദ, റെഡ് സീ, ത്വായിഫ്, അൽബഹ, അസീർ തുടങ്ങിയ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് വിവിധ സമ്മർ സീസൺ പരിപാടികൾ ഒരുക്കിയിരുന്നു. സൗദിയെ ആഗോള ടൂറിസം കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. പ്രത്യേക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കൽ, അന്തർദേശീയ ഇവന്റുകളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കൽ, മേഖലയിലെ സേവന നിലവാരം ഉയർത്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്തിലെ മിഷ്റഫിൽ വാടക വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന നിയമവിരുദ്ധ ഭക്ഷ്യനിർമ്മാണ കേന്ദ്രം പിടികൂടി. ആഭ്യന്തര മന്ത്രാലയവും പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ചേർന്ന ഓപ്പറേഷനിൽ ഒരു ഇന്ത്യക്കാരനെയും ഒരു സിറിയക്കാരനെയും അറസ്റ്റ് ചെയ്തു. മായം കലർത്തിയ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിച്ച് പ്രാദേശിക ബ്രാൻഡുകളായി വിൽക്കുകയായിരുന്നു. പരിശോധനയിൽ 34 ആടുകളുടെ പഴകിയ മാംസം ഉൾപ്പെടെ പിടിച്ചെടുത്തു. കേന്ദ്രവും ഉൽപ്പന്നങ്ങളും അധികൃതർ സീൽ ചെയ്തു. പ്രതികളെ തുടർ നിയമ നടപടികൾക്കും നാടുകടത്തൽ നടപടികൾക്കുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. അന്താരാഷ്ട്ര ആയുധക്കടത്ത് സംഘത്തിലെ 2 പേർ ദുബൈയിൽ അറസ്റ്റിലായി. ഇവരെ പിന്നീട് സ്വീഡന് കൈമാറി. വിവിധ കേസുകളിൽ സ്വീഡിഷ് സർക്കാർ അന്വേഷിച്ചിരുന്ന പിടികിട്ടാപ്പുള്ളികളാണ് പിടിയിലായത്. ഇവർക്കായി ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ബാങ്ക് കാർഡ് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്താൽ ഉടൻ തന്നെ ബാങ്കിനെ അറിയിക്കണമെന്ന് ബഹ്റൈനിൽ അധികൃതരുടെ നിർദ്ദേശം. കാണാതായ കാർഡുകളെക്കുറിച്ച് ബാങ്കുകളെ അറിയിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ച ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ട കാർഡ് ഉപയോഗിച്ച് പുതിയ കാർ വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അറബ് പൗരനായ ഒരു വ്യക്തി ബഹ്റൈനിൽ ഈയിടെ പിടിയിലായിരുന്നു.
ദുബൈയിൽ അപകടകരമായി വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെ കർശന നടപടിയെടുത്തു പോലീസ്. വാഹനം 60 ദിവസത്തേക്ക് പിടിച്ചെടുത്തു. 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ചുമത്തി. തെറ്റായ ഓവർടേക്കിംഗ്, മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നിവയാണ് കുറ്റങ്ങൾ. 2-വേ റോഡിലായിരുന്നു നിയമങ്ങൾ ലംഘിച്ചുള്ള ഓവർടേക്കിംഗ്. എതിർദിശയിൽ വന്ന കാറിന്റെ ഡാഷ് ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ദുബൈ പോലീസിന്റെ നടപടി. ബഹ്റൈനിൽ ഹോട്ടലിലെ നീന്തൽ കുളത്തിലേക്ക് കുട്ടികളെ എടുത്തെറിഞ്ഞതിന് പ്രവാസിക്ക് 3 മാസം തടവ് ശിക്ഷ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന അമേരിക്കൻ പൌരനെതിരെയാണ് നടപടി. ബഹ്റൈനിൽ വാരാന്ത്യം ആഘോഷിക്കാനെത്തിയ പ്രതി മദ്യപിച്ചതിനു ശേഷം 4 കുട്ടികളെ പൂളിലേക്ക് എടുത്തെറിയുകയായിരുന്നു. കുട്ടികളെ അപകടത്തിലാക്കിയെന്ന കുറ്റത്തിനാണ് ബഹ്റൈനിലെ ലോവർ ക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ നാടുകടത്താനും കോടതി വിധിച്ചു. കേരള സർക്കാരിന്റെ വിവിധ പ്രവാസി ക്ഷേമ പദ്ധതികളെ പരിചയപ്പെടുത്തുന്നതിനായി പ്രവാസി വെൽഫെയർ കുവൈത്ത് 1 മാസക്കാലത്തെ ക്യാമ്പയിൻ ആരംഭിച്ചു. നോർക്ക റൂട്ട്സും കേരള പ്രവാസി വെൽഫെയർ ബോർഡും നൽകുന്ന സേവനങ്ങൾ വിശദീകരിക്കും. ഒപ്പം നോർക്ക ID കാർഡ്, ക്ഷേമനിധി, പുതുതായി പ്രഖ്യാപിച്ച നോർക്ക കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയിലെ അംഗത്വത്തിനായി വിവിധ കേന്ദ്രങ്ങളിൽ വെൽഫെയർ ഡെസ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 30 വരെ നീളുന്ന ക്യാമ്പയിൻ യോഗത്തിൽ പ്രവാസി വെൽഫെയർ കുവൈത്ത് പ്രസിഡന്റ് റഫീഖ് ബാബു പൊന്മുണ്ടം അധ്യക്ഷത വഹിച്ചു. നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും ലോഗോയും പ്രകാശനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകാശനം ചെയ്തത്. സെപ്റ്റംബർ 27-ന് കൊച്ചി ഗ്രാൻഡ് ഹയത്തിലാണ് ലീഡർഷിപ്പ് മീറ്റ് നടക്കുക. മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടന്ന ചടങ്ങിൽ നോർക്ക വകുപ്പ് സെക്രട്ടറി S. ഹരികിഷോർ, ലോക കേരള സഭ ഡയറക്ടർ ആസിഫ് K. യൂസഫ് എന്നിവർ പങ്കെടുത്തു. ലുലു ഗ്രൂപ്പ് ഖസാക്കിസ്ഥാനിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഊർജിതമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഖസാക്ക് പ്രധാനമന്ത്രിയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ചർച്ച നടത്തി. ഖസാക്കിസ്ഥാനിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിപണി വിപുലമാക്കുന്നത് സംബന്ധിച്ചാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും ഖസാക്ക് പ്രധാനമന്ത്രി ഓൾജാസ് ബെക്ടനോവുമായി ചർച്ച നടത്തിയത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ അഗ്രോ ടെക്നോ പാർക്ക്, ലോജിസ്റ്റിക് ഹബ്ബ്, ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രമടക്കമുള്ള മറ്റു സൗകര്യങ്ങൾ എന്നിവ ലുലു യാഥാർത്ഥ്യമാക്കും. നിലവിൽ ഖസാക്കിസ്ഥാനിൽ നിന്ന് ഇറച്ചിയും കാർഷിക വിഭവങ്ങളും ലുലു ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മന്ത്രി അർമാൻ ഷക്കലേവ്, ഖസാക്കിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി YK സൈലാസ് തങ്കൽ എന്നിവരുമായി യൂസഫ് അലി കൂടിക്കാഴ്ച നടത്തി. ലുലു ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അൽത്വയ്ബ് ഫുഡ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ റിയാദ് ജബ്ബാർ, ഫെയർ എക്സ്പോർട്സ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിജുമുദ്ദീൻ ഇബ്രാഹിം എന്നിവരും സംബന്ധിച്ചു. മീഡിയ 1 ദുബായ്. കുവൈത്ത് മലയാളി സംഘടനയായ സാന്ത്വനം കുവൈത്ത് പശുപ്പാറ പീപ്പിൾസ് ക്ലബ്ബുമായി ചേർന്ന് നിർമ്മിച്ച പാലിയേറ്റീവ് സെന്ററും കമ്മ്യൂണിറ്റി ഹാളും നാളെ ഉദ്ഘാടനം ചെയ്യും. 38 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ പദ്ധതി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സാന്ത്വനം കുവൈത്ത് പ്രസിഡന്റ് ജ്യോതിദാസ് PN അധ്യക്ഷത വഹിക്കും. റഫറൻസ് ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീരാനാംകുന്നേൽ നിർവഹിക്കും. ഓണക്കിറ്റ് വിതരണം, അവാർഡ് വിതരണം, വായനാ വസന്തം തുടങ്ങിയ പരിപാടികളും അരങ്ങേറും. കുവൈത്തിൽ പ്രവർത്തിക്കുന്ന മലയാളി ഗവേഷകയ്ക്ക് ഡോക്ടറേറ്റ്. കുവൈത്ത് സർവകലാശാലയിലെ സീനിയർ റിസർച്ച് അസിസ്റ്റന്റായ ജിത്തു അനുജിയോയ്ക്കാണ് ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചത്. ആലപ്പുഴ ചെങ്ങന്നൂർ പൂതൻകാവ് സ്വദേശിനിയായ ജിത്തു കഴിഞ്ഞ 12 വർഷമായി കുവൈത്ത് സർവകലാശാലയിൽ ഗവേഷകയാണ്. ബംഗളൂരുവിൽ നിന്ന് ബയോടെക്നോളജിയിൽ ബിരുദവും കോയമ്പത്തൂർ കാരുണ്യ സർവകലാശാലയിൽ നിന്ന് MTechഉം നേടിയിട്ടുണ്ട്. ഇന്ത്യ സൗദി സംയുക്ത ജ്വല്ലറി എക്സ്പോയ്ക്ക് ജിദ്ദയിൽ തുടക്കമായി. 100 കണക്കിന് സംരംഭകർ എക്സ്പോയുടെ ഭാഗമാകുന്നുണ്ട്. ജിദ്ദ സൂപ്പർഡോമിൽ ശനിയാഴ്ച വരെ നീണ്ടുനിൽക്കുന്ന പ്രദർശനത്തിൽ നിക്ഷേപ സാധ്യതകൾ ചർച്ചയാകും. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മേൽനോട്ടത്തിലാണ് എക്സ്പോ. സാജക്സ് എന്ന പേരിൽ 3 ദിവസം നീളുന്നതാണ് എക്സ്പോ. സൗദി വ്യവസായ നിക്ഷേപ ഡെപ്യൂട്ടി മന്ത്രി എഞ്ചിനീയർ ഫഹദ് അൽ ജുബൈരി, ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാവിഷ്കാരങ്ങൾ ചടങ്ങിന്റെ ഭാഗമായി അരങ്ങേറി. ആഗോള ആഭരണ നിക്ഷേപ സമ്മേളനമാണ് എക്സ്പോയുടെ പ്രധാന ആകർഷണം. ജിദ്ദ സ്പോർട്സ് സിറ്റിക്ക് സമീപത്തെ സൂപ്പർ ഡോമിലാണ് വിശാലമായി ഒരുക്കിയ പ്രദർശനം. ആഭരണ വ്യവസായ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ, വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെയും രത്നാഭരണങ്ങളുടെയും പ്രദർശനം തുടങ്ങിയവ സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. ഇരുന്നൂറിലധികം പ്രദർശകരും 2000-ലധികം വ്യാപാരികളും എക്സ്പോയിൽ ഭാഗമാകുന്നു.
ഇന്ത്യ, സൗദി, UAE, ഹോങ്കോങ്, ലെബനൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രദർശകരും എക്സ്പോയ്ക്കെത്തി. നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് പ്രവേശനം. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. അറേബ്യൻ രുചിപ്പെരുമയുമായി മഞ്ചീസ് ഫ്രൈഡ് ചിക്കന്റെ പുതിയ ശാഖയ്ക്ക് സൗദിയിലെ നജ്റാനിൽ തുടക്കമായി. സൗദിയിലെ 8ാമത്തെ ശാഖയാണിത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചു. നജ്റാനിലെ അൽ അസാം മാളിലാണ് പുതിയ ശാഖ. സൗദിയിലെ 8ാമത് ശാഖയ്ക്കാണ് ഇതോടെ തുടക്കമായത്. സിറ്റി ഫ്ലവർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹസിൻ അഹമ്മദ്, സിറ്റി ഫ്ലവർ നജ്റാൻ ഹൈപ്പർ സൂപ്പർവൈസർ സനദ് മുഹമ്മദ് അൽദോഷൻ, അൽ അസാം മാൾ മാർക്കറ്റിംഗ് മാനേജർ അബ്ലാൻ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഓഫറുകളും പ്രഖ്യാപിച്ചു. അൻവർ സാദത്ത്, നൌഷാദ്, മുഹമ്മദ് അലി, സിജോ, ഷിൻഡോ മോഹൻ, അൻസാർ തുടങ്ങിയവർ ചടങ്ങിന്റെ ഭാഗമായി. ഡബിൾ ഡിലൈറ്റ് കോംബോ കിങ് ഡീൽ തുടങ്ങി ബർഗറിനും ബ്രോസ്റ്റിനും പ്രത്യേക ഗ്രാൻഡ് ഓപ്പണിംഗ് ഡിസ്കൗണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. നജ്റാന് പുറമെ യാബു, ജുബൈൽ, ദമാം, റിയാദ് മൻഫുഹ, റിയാദ് ബത്ത, ബുറൈദ, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ മജീസിന് ശാഖകളുണ്ട്. റിയാദ് ഉൾപ്പെടെ സൗദിയിലെ മറ്റ് നഗരങ്ങളിൽ കൂടുതൽ ശാഖകൾ ഉടൻ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മീഡിയ 1, റിയാദ്. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മദ്രസകളിലെ അധ്യാപകർക്കായി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കബ്ദ റിസോർട്ടിൽ നടന്ന പരിശീലന പരിപാടിക്ക് ഡോക്ടർ ഷിയാസ് സ്വലാഹി നേതൃത്വം നൽകി. സുനാർ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. CP അബ്ദുൽ അസീസ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ അസീസ് നരക്കോട് ആമുഖ പ്രഭാഷണം നടത്തി. അബ്ബാസിയ, സാൽമിയ, ഫഹാഹിൽ, ഫർവാനിയ, ജഹ്റ മദ്രസകളിലെ അധ്യാപകർ ക്യാമ്പിൽ പങ്കെടുത്തു. സൗദിയിൽ വൈവിധ്യമാർന്ന ആഫ്രിക്കൻ കാഴ്ചകൾ ഒരുക്കി ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സൗത്ത് ആഫ്രിക്കൻ ഫെസ്റ്റ്. ആഫ്രിക്കൻ രുചികളും ഉൽപ്പന്നങ്ങളും അണിനിരത്തിയാണ് ഫെസ്റ്റ്. ദക്ഷിണാഫ്രിക്കൻ വാണിജ്യ വ്യവസായ മന്ത്രി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ആഫ്രിക്കൻ സംസ്കാരത്തെയും വിപണിയെയും ഉപഭോക്താക്കൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദിയിൽ ലുലുവിന്റെ പ്രൗഡ്ലി സൗത്ത് ആഫ്രിക്കൻ ഫെസ്റ്റ്. ദക്ഷിണാഫ്രിക്കൻ വാണിജ്യ വ്യവസായ മന്ത്രി ഫോ പാക്സ്റ്റൌ ഉദ്ഘാടനം ചെയ്തു. ലുലുവിന്റെ ആശയത്തെ അദ്ദേഹം പ്രശംസിച്ചു. ചടങ്ങിൽ സർക്കാർ പ്രതിനിധികൾ, ലുലു മാനേജ്മെന്റ് അധികൃതർ എന്നിവർ സന്നിഹിതരായിരുന്നു. ദക്ഷിണാഫ്രിക്കയുടെ 40-ലധികം പ്രമുഖ ബ്രാൻഡുകളുടെ 328 വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഈ ഫെസ്റ്റിലുണ്ട്. ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമെന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ്സ് സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പുതിയ വീട്ടിൽ പറഞ്ഞു. സൗദി ദക്ഷിണാഫ്രിക്ക വ്യാപാര ബന്ധം അടയാളപ്പെടുത്തുന്നതാണ് ഫെസ്റ്റ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 ജിദ്ദയിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള മാംസ ഉൽപ്പന്നങ്ങളും നിലവിൽ ഡിമാൻഡുള്ളവയാണെന്ന് ഗ്രൂപ്പ് അറിയിച്ചു. വിവിധ ഓഫറുകളും ഉൽപ്പന്നങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മീഡിയ 1, റിയാദ്. IIM അഹമ്മദാബാദിന്റെ ദുബായ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചു. ദുബായ് അക്കാദമിക് സിറ്റിയിൽ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. IIMന്റെ ആദ്യ അന്താരാഷ്ട്ര ക്യാമ്പസാണ് ദുബായിലേത്. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ദുബായിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് IIM ക്യാമ്പസ് എന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ഇന്ത്യയും UAEയും തമ്മിൽ വിവിധ മേഖലകളിൽ നിലനിൽക്കുന്ന ദീർഘകാല സഹകരണത്തിന്റെ തെളിവാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാള വിഭാഗം സലാലയിൽ വിപുലമായ ഓണാഘോഷം സംഘടിപ്പിച്ചു. ക്ലബ്ബ് ഹാളിൽ നടന്ന പരിപാടി ഷെയ്ഖ് നായിഫ് അഹമ്മദ് ഷൻഫരി ഉദ്ഘാടനം ചെയ്തു. സലാല മലയാളികളുടെ ഔദ്യോഗിക പൊതുവേദിയായ മലയാള വിഭാഗത്തിന്റെ ഓണാഘോഷം ഘോഷയാത്രയോടെയാണ് ആരംഭിച്ചത്. ചെണ്ടമേളവും തിരുവാതിരക്കളിയും വിവിധ വിനോദ മത്സരങ്ങളും നടന്നു. ക്ലബ്ബ് ഹാളിൽ ഒരുക്കിയ സദ്യയിലും ആഘോഷത്തിലും മലയാള വിഭാഗം അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സംബന്ധിച്ചു. വളരെ നന്നായിരുന്നു. വളരെ വിഭവസമൃദ്ധമായ സദ്യ, വളരെ രുചികരമായിരുന്നു. നാട്ടിലത്തെ പോലത്തെ തന്നത്തെ ഒരോണം. പിന്നെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട്. തൊഴിൽ മന്ത്രാലയത്തിലെ ഷെയ്ഖ് നായിഫ് അഹമ്മദ് അൽ ഷൻഫരി മുഖ്യാതിഥിയായിരുന്നു. കൺവീനർ ഷബീർ കാലടി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കെ സനാതനൻ, രാകേഷ് കുമാർ ജ, സന്ദീപ് ഓജ, ഗോപൻ ഐനൂർ എന്നിവരും പങ്കെടുത്തു. മലയാള വിഭാഗം നടത്തുന്ന പരിപാടിക്ക് നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ മതക്കാരായിട്ട് എല്ലാവരും ഒന്നിക്കുന്നൊരു പരിപാടിയാണ്. മുൻകാലങ്ങളിലൊക്കെ നമ്മളിത് ചുരുക്കാറുണ്ട്. കാരണം മെമ്പേഴ്സിന് മാത്രമായിട്ട്. ഇപ്രാവശ്യം മെമ്പേഴ്സും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവരും കൂടി ആയതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ആഘോഷം പോലെയാണ്. ഷജീൽ കോട്ടായി, സബീർ വണ്ടൂർ, മറ്റ് മലയാള വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. മീഡിയ 1, സലാല.
ICF കുവൈറ്റ് നാഷണൽ കമ്മിറ്റി നബിദിനത്തോടനുബന്ധിച്ച് സാൽമിയ നജാത്ത് സ്കൂളിൽ മീലാദ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യാതിഥിയായിരുന്നു. പ്രവാചകന്റെ സന്ദേശം സമാധാനവും കാരുണ്യവും നിറഞ്ഞ സമൂഹത്തിനുള്ള വഴികാട്ടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ICF പ്രസിഡന്റ് അലവി സഖാഫി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് സഖാഫി കാവനൂർ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു.